പോട്ടെ പോലെ ഒന്ന് കുഞ്ഞാട്ടെ ഒന്ന് അമ്മയൊന്ന് ഒയ്യട്ടെ. ഇതൊക്കെ എന്താ അതെല്ലാം ഉണ്ട്. ഇത് കണ്ണൊന്നും കൊള്ളാതിരിക്കാൻ എന്റെ മോന് നല്ല പരീക്ഷയിൽ എഴുതാൻ കഴിയണ്ടേ. പോകുമ്പോ അമ്പലത്തിൽ ഇടണം കേട്ടാ. ഒഴിഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. പൊട്ടും. നിനക്കിട്ട് ഞാൻ പൊട്ടിക്കുവേ. അമ്മേ അസൂയക്കുള്ള മരുന്ന് വാങ്ങുമ്പോഴേ ക്വാണ്ടിറ്റി കുറച്ച് കൂടുതൽ വാങ്ങാം. ഇവിടെ കുറെ പേർക്ക് പൊക്കോളും. അസൂയയുടെ കുപ്പി മരുന്ന് വാങ്ങുമ്പോഴേ നിന്റെ വീട്ടുകാരും മൊത്തം കുടിച്ചാലും അസൂയ ഒന്നും മാറൂല. നീ എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, പക്ഷെ എന്റെ മോനെ പറഞ്ഞ ഞാൻ ഉണ്ടല്ലോ. മോനെയല്ലല്ലോ പറഞ്ഞത്, മൊത്തം പറഞ്ഞില്ലേ. മോനെ പറഞ്ഞാൽ മാത്രം പൊള്ളൂലോ. ഞങ്ങളെ പറയുമ്പോ ഒരു കുഴപ്പമില്ലല്ലോ. കുഴപ്പമില്ല. നിന്റെ അമ്മക്കേ ആൺകുഞ്ഞു പൊൻകുഞ്ഞും പെൺകുഞ്ഞു ചെമ്പുകുഞ്ഞു. അത് നിനക്കായിരിക്കും, എനിക്ക് അങ്ങനെയൊന്നല്ല. എന്റെ 4 മക്കളും ഒരുപോലെ തന്നെയാണ്. എനിക്ക് എന്റെ കുഞ്ഞ് പെൺകുഞ്ഞ് പൊന്നുകുഞ്ഞ. എന്തോന്നാ ഇത് വഴക്കിട്ടോണ്ടിരിക്കുന്ന? ഇവന് പോയിട്ട് ഐശ്വര്യമായിട്ട് പരീക്ഷ എഴുതി പാസ്സാകേണ്ടതാ. ഇവരെ അടി ഉണ്ടാക്കട്ടെ അച്ഛാ. ഞാൻ പോയി പാസ്സായി ഞാൻ അവിടെ കയറി പറ്റും. കണ്ടോ? എടേ നീ അച്ഛമ്മയുടെ അനുഗ്രഹം മേടിച്ചാ? അതൊക്കെ ഇന്നലെ 3-4 വട്ടം വാങ്ങിച്ചു. എന്നാ നീ അപ്പച്ചിയുടെയും ചേച്ചിയുടെ അനുഗ്രഹം മേടിക്കും. അയ്യോ അതൊന്നും വേണ്ട, എനിക്ക് ഇവിടെ അനുഗ്രഹം ഒന്നും വേണ്ട. എന്നാ സമയം കളയണ്ട, പോവാൻ നോക്ക്. അമ്മേ അച്ഛാ പോണേ. ആ മക്കള് പോയിട്ട് വാ, നോക്കിട്ടല്ലേ പോണോ. ബെസ്റ്റ് വിഷസ്. താങ്ക് യു, ബൈ. നാണമില്ലല്ലോ നീ. സ്വന്തം അനിയനല്ലേ അങ്ങോട്ട് പരീക്ഷ എഴുതാൻ പോയത്, തോറ്റു പോകുന്നു. എനിക്ക് നാണൊന്നുമില്ല. നിനക്ക് കുറച്ച് നാണുണ്ടടി. സ്വന്തം ഏട്ടന്റെ മകനല്ലേ അത്. ചേച്ചിക്ക് സ്വന്തമായിട്ട് വല്ല ഡയലോഗ് ഉണ്ടാ? ചേട്ടൻ പറഞ്ഞ അങ്ങനെ തന്നെ കോപ്പി അടിച്ച്. എന്നാ പറഞ്ഞു? നിങ്ങക്ക് സ്വന്തമായിട്ട് ഒരു ഡയലോഗ് ഇല്ലെന്ന്. ചേട്ടൻ പറഞ്ഞത് കോപ്പി അടിച്ചല്ലേ? സ്വന്തമായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി പറ. കേൾക്കുന്നില്ലേ ഒന്നും? ഇവളോട് ഞാൻ എന്തോ പറയാൻ, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാ ചെവി എന്നാ കടിക്കിന് ഈ ചെവി. ആ ചെവിക്കല്ല് നോക്കിയാൽ അടി കൊടു, അവളുടെ കടി മാറും. എന്റെ സ്വന്തം ചെവിന് ഞാനിട്ട് കുത്തി ഇളക്കണേ നിങ്ങൾക്ക് എന്താ? ഇനി ഇളക്കും ഞാൻ. അതന്നെയല്ലേ നീ എവിടെയും ചെയ്തോണ്ടിരിക്കുന്നത്, നമ്മളെ കുടുംബത്തിൽ കയറിയിട്ട് ഇങ്ങനെ കുത്തി അളക്കുന്നത്. ഞാൻ എന്ത് ചെയ്ത് ചേച്ചി? ആ ചെക്കന് അനുഗ്രഹം കൊടുക്കാൻ വന്നല്ലേ. ഞാൻ എന്തെങ്കിലും വാ തുറന്ന് മിണ്ടിയ എന്തെങ്കിലും ഞാൻ മിണ്ടിയ? അവനല്ല എന്നോട് പറഞ്ഞത് അസൂയയുടെ കാര്യം. അവനെ എങ്ങനെയൊക്കെ നെഗറ്റീവ് ആക്കാവോ ആ ഡയലോഗുകൾ മുഴുവൻ അടിച്ചിട്ട് പിന്നെ അനുഗ്രഹിക്കാൻ പോവല്ലേ നീ? ചേട്ടാ, അവന്റെ മനസ്സിൽ കുശുമ്പ് കുത്തി വെച്ചത് ആരാ? ഞാനൊന്നും അല്ല. ഞാൻ വല്ലപ്പോഴും വരുമല്ലേ. അവൻ ഈ വീട്ടിൽ പറയണ കേട്ടാണ് എന്റെ അടുത്ത് ഇങ്ങനെ എന്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുന്നത്. എന്തല്ലേ ഇവളീ കാണിക്കുന്നത്? സാധനം കൊത്ത്. അല്ലെങ്കിൽ നിനക്ക് എന്നോടും എന്റെ മക്കളോടും മുഴുത്ത അസൂയ. അതെനിക്ക് നല്ലോണം അറിയാം. കേൾക്കണ്ടല്ല? ആൺകുഞ്ഞും പെൺകുഞ്ഞും, ജെൻഡർ ഇക്വാലിറ്റി. പറ്റി നിന്നോ, അവളടുത്ത് കിട്ടുമ്പോ മനസ്സിലായിക്കോളും എനിക്ക്. ഈ പറഞ്ഞതൊക്കെ ശരി തന്നെയാ. എന്തായാലും ഇനിക്വാലിറ്റി അവനോടാണെങ്കിൽ ഇച്ചിരി സ്നേഹം വയ്ക്ക് കൂടുതലാ. ഇത്രയും വലുതാക്കി ഈ പരുവത്തിലാക്കിയത് ഇക്വാലിറ്റി ഇല്ലാത്തതുകൊണ്ടാണല്ലോ. എന്താ ചേട്ടാ? എന്നെ പേന എടുക്കാൻ മറന്നുപോയി, പിന്നെ രജിസ്റ്റർ കാർഡ് എടുത്തു. അതാ പോയി തിരിച്ചു വന്ന്. ഇതാണ് വീട്ടിൽ പോകുമ്പോഴേ വീട്ടിൽ പോകുമ്പോ സ്വസ്ഥത കൊടുക്കണം. പേനെടുത്ത് കൊടുക്ക്. എക്സാമിന് പോണ ആളാ, പേരെടുത്തില്ല. നീ എന്ത് എക്സാമിനാടാ പോണേ? നീ ഒക്കെ കൂടി ചൊന്നപ്പോഴേ എനിക്ക് തോന്നി മിക്കവാറും ഞാൻ പകുതി വഴി തിരിച്ചു വരേണ്ടി വരും. ചൊറിഞ്ഞിട്ടാണ് പേന എടുക്കാൻ മറന്നേ. കണ്ടില്ലേ മോൻ, പിന്നെ മോൻ പേനെടുത്തില്ല. അയ്യോ പേന അമ്മയോട് പറഞ്ഞേക്കാ. ശരി പറഞ്ഞേക്കാം. ടാറ്റാ. ഞാൻ പെണ്ണുമ്പിള്ള എന്നെ നെഞ്ചത്തോട് കയറി പോയാൻ കൊടുത്തു. അവൻ വെച്ച് മറന്നുപോയത് അവൻ്റെ ഉണ്ടായിരുന്നു, അവൻ പോയി. ഞാൻ തിരക്കിട്ട് ഷെൽഫെല്ലാം തുറന്ന് എടുക്കുമായിരുന്നു. കുഴപ്പമില്ല. ഓർമ്മിപ്പിച്ചൊക്കെ വിടണ്ടേ? എന്തെങ്കിലും ഓർമ്മയുണ്ടാവുക. ഇത് മാറാ രോഗമാണ്, കുശുമ്പ്. പക്ഷെ ഇതിന് നല്ല അടി കിട്ടാത്തതിന്റെ കുഴപ്പം നിന്റെ കുഴപ്പം. കൊടുക്കടി അടി അവർക്കിട്ട്. സമാധാനായില്ലേ നിങ്ങൾക്ക്? സന്തോഷായ അതിന്? മര്യാദക്ക് വളർന്നോളം പെണ്ണെ. നീ ഈ കൊലക്കറി കണ്ടോണ്ട് നീ അതുപോലെ തുള്ളിക്കഴിഞ്ഞാ അടിച്ചിനെ കാലൊടിച്ചിട്ട് പിടിഞ്ഞ അച്ഛന്റെ പെങ്ങളല്ലത്. കണ്ടപ്പച്ചി കുറ്റം പറയണ കണ്ട? ഞാൻ ഒന്നും ഉണ്ടാവില്ല, എനിക്കൊന്നും ഉണ്ടാവില്ല. ഇപ്പൊ ഒന്നും ഉണ്ടായില്ല. നിങ്ങൾക്ക് ഇതൊന്നും ഇപ്പം പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. കാരണം
ഇവക്കൊരു അടി കൊള്ളണം, അതിന് വേണ്ടിട്ട് ഇവൾ ഇങ്ങനെയൊക്കെ കളിച്ചു കൂട്ടിയത് ഇപ്പോൾ ഇവിടെ ഇരുന്നിട്ട്. അവക്ക് അടികളൊന്നും ഇല്ലാത്തതല്ലോ പ്രശ്നം. ഒരു ചെറുക്ക പരീക്ഷയ്ക്ക് പോകല്ലേ, അവന്റെ ഒരു ജീവിത പ്രശ്നമല്ലേ. അതിനാണോ ഇങ്ങനെ ഈ രണ്ടെണ്ണം കൂടെ ഇങ്ങനെ സംസാരിക്കുന്നത്? കാണാം പരീക്ഷയ്ക്ക് പോണ ചെറുക്കൻ റാങ്ക് മേടിച്ചോട്ട് വരും, നോക്കിയിരുന്നോ? എന്നെ നോക്കിട്ട് കയറിയിട്ടൊന്നും കാര്യമില്ല, ഞാൻ ഉള്ള സത്യമൊക്കെ തുറന്നു പറയും. അവളുടെ പ്രതികരണം പറഞ്ഞൊന്നല്ലേ ഉള്ളൂ. അവള് പ്രതികരിച്ചോട്ടെ, പെൺപിള്ളേർക്ക് പ്രതികരിക്കണ്ടേ? പൊക്കി എടുത്ത് നിന്നെ അപ്പുറത്തോട്ട് ഇടണം. ഞാൻ ഇങ്ങനെ നിന്ന് തരാം, എറി. ഇതിനെ കിളിക്കുന്നത് നീ? ഞാൻ ചിരിച്ചില്ലല്ലോ. അതപ്പുറത്തുനിന്ന് അവിടെ നിന്ന് സൗണ്ട് കേട്ടതായിരിക്കും. നിങ്ങൾ ഇങ്ങോട്ട് പോരും, എന്തെങ്കിലും ആക്കിക്കോട്ടെ. വാ പോ പോ. മധു, എന്താ പുച്ചി? നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ട സമയമാണിത്. അങ്ങനെ ഇപ്പൊ ഒരുമിച്ച് നിൽക്കണ്ട. ഇവളും കാലുമാരിയാ.